ഹലോ ഗൈസ്, കഴിഞ്ഞ തവണ നമ്മൾ കോഴിക്കോട് പോയ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഹൽവ വാല എന്ന് പറയുന്ന ഹൽവ ഷോപ്പ് നമ്മൾ കണ്ടു. അവിടെ കയറിയിട്ടോ ഒരുപാട് വെറൈറ്റി ഓഫ് ഹൽവാസ് നമുക്ക് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ. എനിക്ക് അവിടുത്തെ ഹൽവാസ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടുത്തെ സെല്ലർ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഓരോ ഹൽവേനെക്കുറിച്ച് ചോദിക്കുമ്പോഴും നമുക്കതിൻ്റെ ചെറിയൊരു പീസ് അവർ കഴിക്കാൻ തരും. ഈ പീസ് നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് നമ്മൾ വാങ്ങിയാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവിടെ നടക്കുന്നത്. ഞാൻ അങ്ങനെ വാങ്ങിയത് ഏകദേശം 4 ഫ്ലേവറുള്ള ഹൽവാസാണ്. ഈ 4 ഹൽവയ്ക്കും എൻ്റെ മനസ്സിൽ നിന്ന് പോവാത്ത തരത്തിലുള്ള ടേസ്റ്റാണ് കേട്ടോ. ആദ്യത്തെ ഞാൻ വാങ്ങിയത് വീറ്റ് ആൻഡ് കോക്കനട്ട് മിൽക്ക് ഹൽവയാണ്. പിന്നെ കാജു ഹൽവ വാങ്ങി, പിന്നെ കുനാഫ ഹൽവ വാങ്ങി, ആൻഡ് മാംഗോ ഹൽവയും വാങ്ങിട്ടോ. 4നും 4 വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കാജു ഹൽവയാണ്. അധികം മധുരം ഇടാത്ത എന്നാൽ വായിലിട്ട അലിഞ്ഞു പോവാൻ വേണം ഇങ്ങനൊരു ഹൽവ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാജു ഹൽവ തന്നെ എടുക്കാം കേട്ടോ. കാഷ്യൂനട്ടിൻ്റെ ആ ഒരു ചെറിയൊരു ഫ്ലേവറും എല്ലാം കൂടി കാജു ഹൽവേനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് വീറ്റ് ആൻഡ് കോക്കനട്ട് മിൽക്ക് ഫ്ലേവറാണ്. പുറമെ കുറച്ചൊരു ക്രിസ്പി പോലെയും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും ആൻഡ് ആ ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ ചെറിയൊരു ടേസ്റ്റ് നമുക്കതിൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. മൂന്നാമതായിട്ട് ഞാൻ എടുത്തത് കുനാഫ ഹൽവയാണ്. എന്നെ ഹൽവകളുടെ ഫാനാക്കി മാറ്റിയത് ഈ കുനാഫ ഹൽവയാണ് കേട്ടോ. ആൻഡ് ഫൈനലി മാംഗോ ഹൽവയാണ് ലാസ്റ്റ് ഞാൻ എടുത്ത ഫ്ലേവർ. ഇതിൽ ഒരു മൈൽഡ് മാംഗോ ടേസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ കിട്ടും ആൻഡ് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. സോ ഇതുപോലുള്ള ഹൽവാസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും നിങ്ങൾ അവിടെ തന്നെ പോയി ട്രൈ ചെയ്യുക. അവരവിടെ ചൂടോടെ ഉണ്ടാക്കി വെച്ച് നമുക്ക് സെർവ് ചെയ്യുന്ന ഹൽവാസാണ് കേട്ടോ ഇത്. അപ്പം ലൊക്കേഷൻ മറക്കണ്ട, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട്.